ഏകാഗ്രത ലഭിക്കുവാനും ആത്മീയമായ മർമ്മങ്ങൾ ദൈവം നമുക്ക് പ്രകാശിപ്പിക്കാനുമായിട്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അപ്പം നമ്മെല്ലാവരും പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സിസ്റ്റർ ഗ്രിറ്റി ശബ്ദമൊക്കെ പ്രാർത്ഥിക്കും. ഞങ്ങളെ അത് മനസ്സിലുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഒരു പ്രാവശ്യം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് വചന പഠനത്തിനായി കടന്നു വരുവാൻ കർത്താവോട് ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം. പഠിപ്പിക്കുന്ന അധ്യാപകനെ കർത്താവോട് അനുഗ്രഹിക്കുമാറാകണമേ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനേകർക്ക് അത് മാതൃക കർത്താവെ അനേകരോട് സാക്ഷ്യം പറയത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് വചനം പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കർത്താവെ മാതൃകയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. എല്ലാം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തോ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? പറയാവോ ആർക്കെങ്കിലും ഒരാൾക്ക്? വിശ്വാസത്തിലേക്ക് നയിക്കുന്ന കാരണം. കാരണങ്ങൾ, പിന്നെ അവിശ്വാസത്തിന്റെ കാരണങ്ങൾ. ഓക്കെ, അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ, പിന്നെ വിശ്വസിക്കുവാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ, വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്. വിശ്വാസം മനുഷ്യഹൃദയങ്ങളിൽ. ഓക്കെ, വിശ്വാസം മനുഷ്യഹൃദയങ്ങളിൽ. വിശ്വാസത്തിന്റെ വ്യതിയാനം. വിശ്വാസത്തിന്റെ വ്യതിയാനം. ഓക്കെ, വിശ്വാസത്തിന്റെ മാനുഷിക പരിശ്രമം നമ്മൾ പഠിച്ചില്ലായിരുന്നു. ഹ്യൂമൻ എഫോർട്ട് പഠിച്ചായിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയതാണല്ലോ അല്ലേ? ഓക്കെ, അതെ അതെ. ഇവിടെ ചെക്ക് ചെയ്യുമ്പോ എനിക്കറിയാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടേ ഈ നോട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റഡി ചെയ്യുന്നുണ്ടോ അതോ ക്ലാസ് കഴിഞ്ഞിട്ട് ചില സമയത്ത് അങ്ങനെ ടൈം കിട്ടാറുള്ളൂ, അല്ലെ രാവിലെ ആയിരിക്കും. അത് അല്ല, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അന്നേരം ചെയ്തില്ലെങ്കിലും ഇതിനെ സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ സ്റ്റഡി ചെയ്യണം. ആ സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറച്ചുകൂടെ വിശാലമായിട്ട് ഇതിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് നിങ്ങൾ എഴുതി വെക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് അസൈൻമെന്റ്, റീഡിങ് റിപ്പോർട്ടും പരീക്ഷയൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാനായിട്ട് മറ്റൊരു മാർഗവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഡെവലപ്പ് ചെയ്യണം. ഒരു സ്ട്രക്ചറായി ഇപ്പം തരുന്നത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി. വിശ്വാസത്യാഗം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ ഈ പരിശോധിക്കുന്നത്. അപ്പം ഇത് മാത്രമല്ല, അനേക കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ ആഴമായിട്ടൊന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാലേ നമ്മൾ ഈ പഠനത്തിന് പ്രയോജനപ്പെടത്തുള്ളൂ, ഇങ്ങനൊരു പഠനമായതുകൊണ്ട്. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടിനെ ഓർത്ത്, നല്ല മനസ്സിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അനേകർക്കും ദൈവവചനം പഠിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ലോകത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടുന്നത് കൊണ്ട് ദൈവവചനം പഠിപ്പാനുള്ള സമയം കണ്ടെത്തുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യവും അവസരവും ഒക്കെ ദൈവം തന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവത്തിന് ചിലവിടുന്ന നിമിഷങ്ങൾ, നമ്മുടെ ആയുഷ്കാലം മുഴുവനും നാം തിരുവചനം പഠിക്കേണ്ടവരാണ്. പക്ഷേ ഒരു കോളേജിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്വയമായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, നമുക്കത് പഠിക്കാനായിട്ട് കഴിയും. തുടർന്നുള്ള ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇത് പ്രയോജനപ്പെടും. അതതിൻ്റെ കാര്യം എന്ന് പറയും. അപ്പം നമ്മളൊരു പഠനത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പിന്നെയും അറിയുവാനുള്ള ആകാംക്ഷ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. സർവശക്തനായ ദൈവം ക്ലാസ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യ വിശ്വാസമാണ്. ഫസ്റ്റ് ഫെയ്ത്ത്, ആദ്യ വിശ്വാസം. എഴുതിക്കാം, ആദ്യ വിശ്വാസം. എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാട്ട്.
ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഓക്കെ, ഈ വാക്യം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. നമ്മള് പെട്ടെന്ന് ചിന്തിച്ചു പോകും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന്, ഇനി സ്വർഗത്തിൽ പൗരത്വമായി, പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു, ഒരു കുഴപ്പമില്ല, പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനൊന്നുമല്ല, അതൊക്കെ ഒരു പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതില്ലാതെ പറ്റത്തുമില്ല, അത് നമുക്ക് ഉണ്ടാകണം. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പറയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും ആരിൽ പങ്കാളിയാകുന്നത്? ക്രിസ്തുവില്. റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്നാനത്തോൽ നമ്മൾ അവന്റെ മരണത്തോട് പങ്കാളികളാകുന്നു. പക്ഷേ ക്രിസ്തുവിൽ യഥാർത്ഥമായിട്ട് പങ്കാളികൾ ആയിത്തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുമ്പോഴാണ്. ആ ഒരു ചിന്ത നമ്മളുണ്ടാകണം. എപ്പോഴെങ്കിലും ഒരു കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടെന്നോ സ്നാനപ്പെട്ടെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇതാണ് തിരുവചനം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. പണ്ട് രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ നല്ലതാണെങ്കിലും ഇപ്പോൾ ക്രിസ്തുവിലുണ്ടോ എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് തെറ്റിദ്ധാരണ വരുന്ന ഒരു കാര്യമുണ്ട്. ഇതെന്നു ചോദിച്ചാൽ പലരും പഠിപ്പിക്കുന്നത് ദുരുപദേശത്തിന് സാധ്യതകൾ ഒരുക്കിയെടുക്കുന്നത് തിരുവഴുത്തിൽ നിന്നാണ് കേട്ടോ. വാക്യങ്ങൾ കണ്ടുപിടിക്കുന്നത് തിരുവഴുത്തിൽ നിന്നാണ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങൾ ഒന്നാണത്. ഭൗമികമായൊക്കെ കാര്യങ്ങൾ വേറെയാണ്. ഇത് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ എടുത്ത് കോട്ടിക്കളയാനായിട്ട് എപ്പോഴും പിശാച് ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഈ വാക്യത്തിലുള്ള ശ്രമം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഏതെങ്കിലും നാമധേയ സംഘത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർ പഠിപ്പിക്കുന്നത് ആദ്യ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിശ്വാസം മാറരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു വ്യക്തി ജനിച്ചു വീഴുന്ന ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിൽ നിൽക്കണം. ആ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പാടില്ല എന്നാണ് അനേകരും പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് നാമധേയ സംഘങ്ങൾ. അപ്പം ബൈബിൾ വാക്യമുണ്ടോ? വാക്യമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ജനിച്ചു വീണ വിശ്വാസത്തിൽ നിൽക്കണമെന്നാണോ? അല്ല. അപ്പോൾ ഈ ആദ്യ വിശ്വാസം നമ്മളിപ്പോ എന്തോ പഠിക്കുന്നത്? നമ്മുടെ സബ്ജക്റ്റ് ഏതാ? അല്ല, എന്റെ കാര്യം മറന്നു പോകാന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചപ്പോൾ ശിഷ്യത്വ പറഞ്ഞേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ശിഷ്യത്വ ഇഷ്ടം തോന്നുന്നു. കുഴപ്പമില്ല, അത് നല്ല സബ്ജക്റ്റാ. ഞാൻ എന്റെ സബ്ജക്ട് എന്ന് പറയുമ്പോഴത്തേന് എന്നറിയാവോ? ക്രിസ്തീയ ദൈവശാസ്ത്രം. ആ, ഈ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ അത് നമ്മൾ ആദ്യം പഠിച്ചത് തന്നെ എന്താണെന്നറിയാവോ? വിശ്വാസത്യാഗം. വിശ്വാസത്യാഗമാ. അപ്പം വിശ്വാസം ത്യജിക്കുന്ന കാര്യം ആദ്യം പഠിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നോട് പിണക്ക്. ശിഷ്യത്വം പിണക്കൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. അതെന്റെ ഒരു ദോഷം എന്നാന്നറിയാമോ? നിങ്ങൾ പിണങ്ങിയാലും ഞാൻ പിണങ്ങത്തില്ല, അതാണ് വിഷയം. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മള് ക്രിസ്തീയ ദൈവശാസ്ത്രമാണ് പഠിക്കുന്നത്, ക്രിസ്ത്യൻ തിയോളജി.
അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പഠിക്കുന്നത് വിശ്വാസത്യാഗം. അത് എപ്പോഴും ഓർത്തോണം. ഓക്കെ. അപ്പോൾ ഈ വിശ്വാസത്യാഗം നമ്മൾ പ്രാരംഭത്തിൽ തന്നെ പഠിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വിശ്വാസത്യാഗത്തിന്റെ സമയങ്ങളാണ്. വിശ്വാസവർദ്ധനമൊക്കെ വളരെ വിരളമായിരിക്കും, എങ്കിലും ഉണ്ടായിരിക്കും, അത് സംശയമില്ല. പക്ഷെ വളരെ പരിമിതമായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, മാനസാന്തരത്തിന്റെ ലിസ്റ്റ് തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ വളരെ പരിമിതമാണ്. മാനസാന്തരം അല്ലെങ്കിൽ വിശ്വാസം തണുത്തു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. അത് നമ്മൾ പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ഒന്നും മാറത്തില്ല. കാരണം അത് പ്രൊഫസിയാണ്, പ്രവചനം. അത് തെറ്റത്തില്ല. ബൈബിൾ പ്രൊഫസികളൊന്നും ഇതുവരെയായിട്ടും തെറ്റത്തില്ല, മേലാൽ തെറ്റത്തുമില്ല. ഓക്കെ, ഇതുവരെയായിട്ടും തെറ്റിയിട്ടില്ല. അതാണ് അതിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇവിടെ ഇവര് പഠിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഏത് വിശ്വാസത്തിൽ ജനിക്കുന്നുവോ ആ വിശ്വാസത്തിൽ നിൽക്കണം. ആ വിശ്വാസം വിട്ടു പോയാൽ വിശ്വാസത്യാഗമാണ് എന്ന് ചിലര് പഠിപ്പിക്കുന്നു. ഇവിടെ ആദ്യ വിശ്വാസം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ചത്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രമേ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ ഉയർപ്പിനാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടേയിരുന്നു ആദിമ നൂറ്റാണ്ടിൽ. അതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാന വിശ്വാസം. അതാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യഹൂദന്മാരുടേതായ വിശ്വാസം ദൈവസഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പരിച്ഛേദന അതുണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിയാകുവാനായിട്ട് കഴിയത്തുള്ളൂ. ശാബത്ത് പാലിക്കണം. പിന്നെ മറ്റുള്ള മതങ്ങളിൽ നിന്ന് അനേകർ വന്നപ്പോൾ അവരൊരു പരിധി കഴിഞ്ഞപ്പോൾ അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പലതും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ഏറെക്കുറെ സംഭവിക്കുകയും ചെയ്തു. ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. കാരണം മറ്റു മാർഗങ്ങളിൽ നിന്ന് വരുന്നവര് പലരും അത് അനുഷ്ഠിക്കുന്നുണ്ട്. പഴയ ആചാരങ്ങൾ ചിലപ്പം പബ്ലിക്കിലല്ലായിരിക്കാം, രഹസ്യമായിട്ട് അത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ആദ്യ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. അതിൻ്റെ ആ പിന്തുടർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ അതിജീവിക്കേണ്ടത് ദൈവ വചനത്താലാണ്. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനകർത്താവ് വളരെ സ്പഷ്ടമായിട്ട് ദൈവജനത്തിന് എഴുതുകയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചേ മതിയാകുള്ളൂ. ഇല്ല എങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ട് പോകും. അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ആദ്യ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് ഒരിക്കലും. ആദ്യ വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിശ്വാസമാണ്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ സന്നിധി സമർപ്പിക്കപ്പെട്ട ആ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം ത്യജിക്കുവാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ വിശ്വാസം ആരെങ്കിലും ത്യജിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം
5-ാം അധ്യായം 7-ാം വാക്യം. സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. കണ്ടോ? ഇവിടെ ഗലാത്യയിലുള്ള വിശ്വാസികൾ നിങ്ങൾ നന്നായി ഓടിയിരുന്നു. നന്നായി ഓടിയായിരുന്നു. നന്നായി എന്ന് പറയാൻ ഏറ്റവും യോഗ്യമായിട്ട്. കാരണം ആദ്യത്തെ വിശ്വാസവും ആദ്യത്തെ തീവ്രതയുമല്ലേ. അപ്പോൾ അവര് നല്ല രീതിയിൽ ഈ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു. പക്ഷേ ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പാടെ കൺഫ്യൂഷനായിപ്പോയി. അനേകരും പരിച്ഛേദന ഏൽക്കേണ്ടിയ ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അനേക ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളില് ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഓട്ടത്തിനിടയ്ക്കുണ്ടായ ഒരു മിസ്റ്റേക്ക്. അപ്പൊ ഇത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ 21-ാം നൂറ്റാണ്ടിന്റെ കാര്യം പറയേണ്ട കാര്യമല്ല. പരിശുദ്ധാത്മാവ് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് നമ്മെ ഇളക്കി കളയുവാൻ എപ്പോഴും പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിശാച് പരിശ്രമിക്കുന്നത് കൂടുതലും ദൈവവചനത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ഈ പഴയ നിയമത്തിന്റെ വലിയൊരു ശക്തി ഇന്നും വിശ്വാസ കൂട്ടായ്മകളിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയവുമില്ല. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കുമ്പോഴത്തേന് മനസ്സിലാകും. എങ്ങനെ പരിശോധിക്കണം? പുതിയ നിയമ സത്യം മനസ്സിലാക്കിയിട്ട് പരിശോധിക്കുമ്പോൾ അറിയാം പഴയ നിയമത്തിന്റെ ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ഒരു നിലകളിലും ഒരു ഡോക്ടറിനും നമ്മുടെ സത്യവിശ്വാസത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയരുത്. അത് നിങ്ങൾ ഓരോരുത്തരും ഗ്രഹിച്ചിരിക്കണം. ഇനി ഏതൊക്കെ ഉപദേശങ്ങളാ വരാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അതുപോലത്തെ സംഭവങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. ഇന്നുകൊണ്ട് ഈ വിശ്വാസത്യാഗം എന്ന ഈ പോയിന്റ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കണം. അപ്പൊ അതിനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഓക്കെ. മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് എന്തേലും സംശയം ഒന്ന് കൈ പൊക്കിയേക്കണം, അല്ലെന്ന് പറഞ്ഞേക്കണം. ഓക്കെ. കാരണം നമുക്ക് ഒരു പരിധി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. കാരണം ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്നവരല്ലല്ലോ, തലക്കവും പഴക്കവും ഉള്ളവരായതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കിട്ടുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത്. കാരണം ഒരു പ്രകാശനം ദൈവം തരും. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. വിശ്വാസത്യാഗത്തിനുള്ള കാരണങ്ങൾ എഴുതിക്കോ. എഴുതിയോ? എഴുതി. ഓക്കെ, ഒരു 1-2 വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നിർത്തി വായിക്കണം. നമുക്കതിനൊന്ന് ഡിഫൈൻ ചെയ്യണം.
വചനം മർക്കോസ് വചനം വിതച്ചിട്ട് ആ വഴിയരികെ വീണത് ഉം. കേട്ടയുടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. മതി. കണ്ടോ? അപ്പോൾ ഒരു വിധയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം പഠിപ്പിക്കുകയാണ്. ഉപമയിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് അവർക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞ സമയത്തും യഥാർത്ഥമായിട്ട് ഗ്രഹിച്ചോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചായിരുന്നു. ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. അതാ ഭയങ്കരം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവർക്കും ഉണ്ടായിരുന്നു. നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വഴിയരികെ വീണ വിത്തിനോട് ഉപമിച്ചിരിക്കുക. വചനം ഹൃദയത്തിലുണ്ടായിരുന്നു. അത് എത്ര പീരീഡാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര സമയമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേന് ഈ വചനം പിശാച് എടുത്തോണ്ട് പോയി. അപ്പോൾ പിശാച് എന്ന് പറയുമ്പോൾ റിയലി അവനൊരു മോഷ്ടാവാണ്. പിശാച് എന്തുവായിരിക്കും മോഷ്ടിക്കുന്നത് പറയാമോ? നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും പറയണം. പിശാച് എന്തുവായിരിക്കും ഇടയ്ക്ക് മോഷ്ടിക്കുന്നത്? അതാ അതിന്റെ കാര്യം. നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊന്നും എടുത്തോണ്ട് പോകത്തില്ല, അല്ല മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. അവന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ? വചനം. വചനം മോഷ്ടി. അതല്ല ചിലരെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചിലൊക്കെ ചെന്നെന്ന് പറഞ്ഞാലും തീപ്പൊരി മെസ്സേജൊക്കെ കേൾക്കും. കേട്ട് കഴിഞ്ഞ് ഹോളിൽ നിന്ന് പുറത്തു പോകുമ്പോഴത്തേന് പിന്നെ കാണത്തില്ല. എന്നറിയാമോ? ആ ആശീർവാദം പറയുന്നതിന് മുമ്പേ അടിച്ചോണ്ട് പോകും കക്ഷി. പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ പ്രസംഗിച്ചതും അറിയത്തില്ല, പറഞ്ഞും അറിയത്തില്ല. പിന്നെ പ്രത്യേകമായ ഒരു മണ്ഡലത്തിലായിരിക്കും പിന്നെ വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് അന്നും സംഭവിക്കും, ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇവിടെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അപ്പൊ ആ പീരീഡ് നമുക്കറിയത്തില്ല. എന്താണെന്ന് അറിയാമോ ഇതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യം? ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്, വിവേചിക്കപ്പെടേണ്ട കാര്യമാണ്. എന്താന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും. എല്ലാവരും എന്ത് ചെയ്യും? എങ്കിലേക്ക് എല്ലാവരും എങ്കിലേക്ക് എന്ത് ചെയ്യും? ആകർഷിക്കും. മനസ്സിലായോ? ആകർഷിക്കും. അപ്പോൾ ആ ആകർഷണം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ഇതിന്റെ യഥാർത്ഥമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവര് യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവരല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരല്ല. മനസ്സിലായോ? അപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേന് ആരും അന്തിച്ചു പോകരുത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്വർഗരാജ്യത്തിലേക്ക് പോകുവാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ വിളിയില്ലാത്തവരും ദൈവിക കൂട്ടായ്മകളിലുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് വരാം, സ്നാനപ്പെട്ടു എന്ന് വരാം, അഭിഷേകം പ്രാപിച്ചു എന്ന് വരാം. പക്ഷേ അവര് ഇൻ ബിറ്റ്വീൻ പോയിരിക്കും. ത്യാഗം സംഭവിക്കും, വിശ്വാസത്യാഗം. കാരണം അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരല്ല. അല്ലെങ്കിൽ ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, 5 വർഷം 10 വർഷം നിന്നവരിന്ന് പലരും വിശ്വാസത്തിലില്ല. നമ്മളൊക്കെ അന്തിച്ചു പോകും.
ഇവരെങ്ങനെയാണ് വിശ്വാസത്തിൽ നിന്ന് പോയെന്ന്. പക്ഷേ ആ വചനം, അവർ പ്രാപിച്ച വചനം ആ സർട്ടൻ ലിമിറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ ഗ്രഹിച്ചോണം. നിങ്ങൾ ഗ്രഹിച്ചില്ലെങ്കിൽ ഇത് ദുരുപദേശമായിട്ട് മാറിപ്പോകും. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി ഞാൻ സംശയം ചോദിക്കും. നേരത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സംശയം വരത്തില്ലായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിക്ക് സംശയമുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കും. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കറിയാം സംഭവിക്കോ ഇല്ലയോ എന്ന്. ഇനി അടുത്തത് പോട്ടെ, വഴിയരികെ വീണു, പോയി. ഇനി അടുത്ത എവിടാ വീണേ? പാറസ്ഥലത്ത്. പാറമേൽ വീണു. അതിന്റെ ഗതി എന്തുവായിരുന്നു? വെറിച്ച് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികന്മാരാകുന്നു. അവരതുകൊണ്ട് എന്നറിയാമോ? അവര് കുറച്ചുകൂടെ നിന്നു. മറ്റേത് ആദ്യമേ തീർന്നു, ഇത് കുറച്ചു. ചിലപ്പോൾ ഒരു 15 വർഷമായിരിക്കും, പറയാൻ പറ്റിയാൽ. നിങ്ങൾ ചിന്തിക്കും 15 വർഷമൊക്കെ നിന്നവര് ദൈവസേനയിൽ നിന്ന് പോകുമെന്നല്ലേ? 50 വർഷം നിന്നവര് പോകും. 50 വർഷം കഴിഞ്ഞ് 60 വർഷം കഴിഞ്ഞ് നിന്നവര് യേശുക്രിസ്തു ദൈവം അല്ലെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പണ്ഡിതന്മാര്. പിന്നെ ബാക്കി കാര്യം പറയണ്ടായല്ലോ. അപ്പം അവർ ആ വിത്ത് എവിടാ വീണേ? പാറമേൽ വീണു. അപ്പോൾ അവര് ഭയങ്കര ആ പാറമേൽ ആ വിത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ. അവരൊക്കെ അന്യഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തത്തില്ലായിരുന്നു, മണിക്കൂർ കണക്കിന് പറയുമായിരുന്നു. കൈ അടിച്ച് പിന്നെ കൈയടി നിർത്തണമെങ്കിൽ പാസ്റ്റർ പിന്നെ ബന്ധിക്കണമായിരുന്നു, എന്നാലേ നിർത്തുള്ളായിരുന്നു. അതുപോലെ അടിക്കുന്നവരായിരുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന പിന്നെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമായിരുന്നു നിർത്തണമെങ്കിൽ. എന്ന് വെച്ചാൽ അതുപോലെ ആത്മാവിന്റെ പ്രഹരമാണ്. ഭയങ്കര ആത്മാവാണ്. ഉണ്ടോ? ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരമാണ്. ഒരു വിധത്തിലും അവർ സന്തോഷമോ പ്രാർത്ഥനയ്ക്ക് അവർ ആദ്യം കാണും. ഭയങ്കര സന്തോഷമാണ്. ഉപവാസപ്രാർത്ഥനയ്ക്കൊക്കെ മുൻപിലായിരിക്കും, എല്ലാത്തിനും മുമ്പിലായിരിക്കും. ഭയങ്കര സന്തോഷം. ക്രിസ്തു എന്നുള്ളത്തിൽ വന്ന നാളിൽ എത്ര സന്തോഷം എന്നുള്ള പാട്ടുകളെല്ലാം പാടി സന്തോഷിച്ച് ആനന്ദിച്ച്. അപ്പോൾ മറ്റുള്ള കാണുന്നവർക്ക് പോലും ചിലപ്പോൾ അസൂയ തോന്നിപ്പോകും. ഞങ്ങൾക്ക് പോലും ഇത്രയും വർഷമായിട്ട് പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ എത്രയോ തീഷ്ണമായിട്ട് നിൽക്കുന്ന എന്തോ ആരാധനയാണ്, എന്തോ സ്തുതിയാണ്, സ്തോത്രമാണ്. അതേ പ്രാർത്ഥിക്കുമ്പം വിടുതൽ വരെ സംഭവിക്കുക. പോരെ? ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, വചനം പറയുന്ന കാര്യമാണ്. അപ്പൊ ലാസ്റ്റ് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? അവരിടറി പോവാ എന്ന് വെച്ചാൽ വചന നിമിത്തം. അപ്പം വചന നിമിത്തം എന്ത് വരും? ഉപദ്രവവും പീഡയും വരും. ഉറപ്പാണല്ലോ. അതിനെ നമുക്ക് ബന്ധിച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. അതെന്തിനാ വരുന്നത്? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. അതാണ് കറക്റ്റ്. ഞാനും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരണം. അതാണ് അതിന്റെ കറക്റ്റ്. ഇപ്പോഴാ റൈറ്റ് പൊസിഷനിലെത്തി. അപ്പോൾ നമ്മള് ഈ ശ്വാസം വരുന്നത് കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല. നമ്മൾ എവിടം വരെ ആയത് നമുക്കൊരു ടെസ്റ്റ് തരിക. അന്നേരം അറിയാം എവിടം വരെ എത്തിയെന്ന് അറിയാം. ടെസ്റ്റ് പേപ്പറാണ്, അത്രേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ, നമ്മൾ പിന്നെ അതിലേക്കൊക്കെ വരുന്നു. അപ്പോൾ ഇവിടെ ആ ഭാഗം ക്ലിയറായി. വിശ്വാസത്തെ നോക്കിയപ്പോഴത്തേന് എന്ത് ചെയ്തു? അയ്യോ, അവര് പിന്മാറ്റത്തിലേക്ക് പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി, അതിലേ പോയി, ഇതില് പിന്നെ എന്തൊക്കെയായിരിക്കും പറയുന്നത്. പിന്നെ അവിടെ അത് വെച്ചായിരുന്നു, ഇത് വെച്ചായിരുന്നു. അയ്യോ, ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, കാരണം പിന്നെ പറയുന്ന മുഴുവനും വ്യത്യസ്തമായിരിക്കും. ഇവിടെ അതും തീർന്നു. അപ്പം വഴിയരികെ ഉള്ളതും തീർന്നു, പാറമേലുള്ളതും തീർന്നു. ഇനി വേറെ ഒരു
സംഭവമുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചു. മുള്ളിനിടയിൽ വീണത്. മുള്ളിനിടയിൽ വീണു. ഏതായാലും ഭാഗ്യവശാല് അവിടെ ഇച്ചിരി മണ്ണുണ്ടായിരുന്നു. ഇത് കിളിർത്തു. പക്ഷെ എന്തുവാ സംഭവം? എന്നാ പറ്റി? ഇഹലോകത്തെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയം മോഹങ്ങളും അകത്ത് കടന്ന് വെള്ളത്തെ ഞെരുക്കി കളഞ്ഞു, നിഷ്ഫലമാക്കി തീർക്കുന്നു. നിഷ്ഫലമാക്കി തീർക്കുക. കാരണം എന്നാ ചോദിച്ചാ, ഇവരോട് മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചാലും ഇവർക്ക് മനസ്സിലാകത്തില്ല. ഒരു ലാംഗ്വേജിലും ഇവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇവരെപ്പോഴും എന്തൊക്കെ കേട്ടാലും ഇവരൊരിക്കലും വിധേയപ്പെടുത്ത്. ഇവർക്കെപ്പോഴും ലോകത്തിൻ്റെതായ ചിന്തകളായിരിക്കും. ഇവരേത് അനുവർത്തിച്ചു വന്നതോ അത് തന്നെ ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കും ഇന്ന് ഫലമുണ്ടാകും, നാളെ ഫലമുണ്ടാകും, ഇല്ലെങ്കിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു ഫലം ഉണ്ടാകുമെന്ന്. പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ള ഫലം പോവല്ലാതെ ഒരു ഫലവും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അങ്ങനെ പലരുടെ ഫലം പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ച്. അങ്ങനെയുള്ള കുഴപ്പമൊന്നും ക്ലാസ്സിൽ പഠിക്കുന്ന ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ വീഴാതെ പിടിച്ചു നിൽക്കണമല്ലോ ഈ തലമുറയില്. എങ്ങനെയാലും അവിടെ എത്തണ്ടായേ, അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കക്ഷികളുണ്ട്. എവിടെ ഉണ്ടെന്നറിയാമോ? കൂട്ടായ്മയിലുണ്ട്. ഇവരെ നോക്കി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ട കാര്യം നമുക്കുണ്ടോ? ഇല്ല. പോവാന്നിരിക്കട്ടെ, ഒരു ചർച്ച പോവുക. നീ എന്നാ ഇന്നലെ വരാൻ, കഴിഞ്ഞ സൺഡേ വരാൻ? അത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു. അവൾ എൻ്റെ സാരിത്തുമ്പെ പിടിച്ചായിരുന്നു, അവൾ എന്നെ മുട്ടിയായിരുന്നു, എന്നെ സൂക്ഷിച്ചു നോക്കിയായിരുന്നു, അയാൾ ഇത് പറഞ്ഞായിരുന്നു. ഇത് പറഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതം തകർക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും ഒരു കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ വിവേചിച്ച് നിൽക്കുവാനുള്ള ഒരു വരം നമുക്കുണ്ടാകണം. അതായി പഠിക്കുന്ന നമ്മൾ ചില വ്യക്തി ജീവിതങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും വിശ്വാസ ത്യാഗത്തിലേക്ക് പോകാനുള്ളവരുണ്ട്, സംശയിക്കൊന്നും വേണ്ട. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ പോയതിനു ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നവർ. പുറത്തുനിന്ന് വരും, അമ്പലത്തിൽ നിന്ന് വരുമെന്നോ അല്ലെങ്കിൽ വേറെ മോസ്കിൽ നിന്ന് വരുന്നോ അല്ല പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ടോ? അങ്ങനെയുള്ളവരും ഉണ്ട്. ഇന്ന് ആത്മീയ കോളത്തിൽ അത് നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. കണ്ടോ? അപ്പൊ പ്രവചനം ഒരിക്കലും തെറ്റിയിട്ടില്ല, അത് തെറ്റത്തുമില്ല, തെറ്റിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തുമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുക, സംരക്ഷിക്കുക എന്നുള്ളത് നാട്ടുകാരുടെ ബാധ്യതയല്ല, അത് നമ്മുടെ ബാധ്യതയാണ്. അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പം വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്ന റൂട്ടാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത്. ഇതെങ്ങനെയാ വരുന്നതെന്നുള്ളത് ഇത് പലർക്കും അറിയത്തില്ല. എല്ലാവരും ചിന്തിക്കുന്ന എന്നറിയാവോ? 2-3 ആഴ്ച പ്രാർത്ഥനയ്ക്ക് പോകാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലെങ്കിൽ വേറെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാ. അതൊന്നും അല്ല വിഷയം. അടിസ്ഥാനപരമായ വിഷയം ഇതാണ്. ഇത് ആകർഷിക്കപ്പെട്ട് വരുന്നവരാണ്, നിർണയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ തന്നെ പിന്മാറിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ഗ്രഹിച്ചതുകൊണ്ടൊന്നുമല്ല, അപ്പം നിന്നതുകൊണ്ടാന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ പോയിട്ടുണ്ട്.
ആ സമയത്ത് തന്നെ പോയിട്ടുണ്ട്, അതിന് ശേഷവും പോയിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും കർത്താവിന്റെ വരവ് വരെയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് കൂട്ടത്തിലാണ്, നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഇപ്പം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വഴിയരികയാണോ, പാറയുടെ പുറത്താണോ, അതോ മുള്ളിനടിയിലാണോ, അതോ ഇനിയും നല്ല നിലത്താണോ എന്ന് ലോകത്തിൽ ആരും നമ്മളോട് പറയണ്ട, നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. വേറെ ആൾ വന്ന് പറയണ്ട, നിനക്ക് അത് ചെയ്ത് ഇത് ചെയ്തു, മറ്റേ ഇത് മറിച്ച് ചെയ്തു, അല്ലേ? അതൊന്നും വേറെ ആരും പറയേണ്ട കാര്യമില്ല. അതൊരു വ്യക്തി, ഒരു ദൈവ പൈതൽ വിവേചിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ ശിശുവിനുള്ളതേ പോലെ ചിന്തിച്ചു, പുരുഷനായ ശിശുവിനുള്ളത് ത്യജിച്ചു കളയുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുവാനുള്ള കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. അതിങ്കൽ ആശ്ചര്യപ്പെട്ട് പോകരുത്. ഇനിയും അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ, ഈ യേശുക്രിസ്തുവിനെ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം മഹാന്മാര് പലരും പറഞ്ഞിരിക്കുന്നത്, ഈ ക്രിസ്തീയതയിലേക്ക് വരാത്ത മഹാന്മാര് പലരും പറഞ്ഞിരിക്കുന്നത് വി ലൈക്ക് ക്രൈസ്റ്റ് എന്ന്. ഞങ്ങൾ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് വി ലൈക്ക് ക്രൈസ്റ്റ് ബട്ട് വി ഹേറ്റ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിത്വത്തെ ഞങ്ങൾ വെറുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട്. പക്ഷെ അന്നേരം അവരും പറയുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നു. അപ്പൊ അങ്ങനെ കർത്താവിനെ ഒരാൾ, യേശുക്രിസ്തുവിനെ ഒരാൾക്ക് പെട്ടെന്ന് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം മനസാക്ഷി ഒരിക്കലും അനുവദിക്കത്തില്ല. നല്ല മനസാക്ഷി, സുബോധം ഇല്ലാത്തവരും തള്ളിക്കളയത്. കാരണം അത്രയ്ക്ക് പവിത്രമാണ്, ശ്രേഷ്ഠമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മള് അടുത്തത് ചിന്തിക്കാൻ പോകുന്ന എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിശ്വാസത്യാഗം സംഭവിക്കാനുള്ള കാരണം പല കാരണങ്ങളാണ്. അപ്പോൾ ഈ നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇതിപ്പം ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചു വരുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇതിന്റെ ഭാഗികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ചാട്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 30 വാക്യം. കൊരിന്ത്യർ 32. 1 കൊരിന്ത്യർ 15 ചാപ്റ്റർ 15 വേഴ്സ് 32. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. അതാണ് ഇന്നത്തെ സെഞ്ചുറിയിൽ നടക്കുന്ന ജീവിതം. അങ്ങനെ പിള്ളേർ പറയുന്നത് എന്തോ ലൈഫാന്നാ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ? ന്യൂജൻ ലൈഫ്. അതാ ശരിയാണ്. ഓക്കെ, പക്ഷെ അതിന് വേറൊരു നല്ലൊരു പേരുണ്ട് മലയാളത്തില്. ഞാൻ പറയാം, ഞാൻ ഈ ന്യൂജൻ അല്ലെങ്കിലും എനിക്ക് കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങ് പറയുകയാണ്. എല്ലാരും പറയുന്നത് അടിപൊളി ലൈഫ് എന്നാ പറയുന്നത്. അതെങ്ങനെയാ പറയുന്നത് ഉണ്ടായിരുന്നല്ലേ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ക്ലാസ്സിൽ പറയണം. നമ്മൾ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ സഭായോഗം പോലെ ഉപവാസ പ്രാർത്ഥന പോലെ അല്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് പഠിച്ചു പോവുക. ഞാനും പഠിക്കുക, നിങ്ങളും ആ കൂട്ടത്തിൽ പഠിക്കുക. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമ്മള് സന്തോഷമായിട്ടൊക്കെ ക്ലാസ്സിൽ പോകണം. എന്നാലേ കാര്യങ്ങൾ ശരിയാകത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോഴത്തേന് നമ്മളുടെ പല തെറ്റിദ്ധാരണകളും മാറും. അപ്പൊ അടിപൊളി ലൈഫ്
എന്ന് പറയും. ഇപ്പൊ ഏത് കുഞ്ഞുങ്ങളോട് ചോദിച്ചേ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാ പറയുന്നത്. ആ അല്ലാതെ ഒരു ജീവിതം ഒരു ജീവിതം അല്ലേ ഉള്ളത്, അടിച്ചു പൊളിക്കണമെന്നാ പറയുന്നത്. ഒരു ജീവിതം അല്ലേ ഉള്ളത്, അത് അടിച്ചു പൊളിക്കണമെന്നാ പറയുന്നത്. ആ അടിച്ചു പൊളി, അതാ കണ്ടോ, കറക്റ്റ്, എക്സാക്ട്ലി കറക്റ്റ്. ആ ഒരു ചിന്തയാണ് എനിക്ക് തോന്നുന്നു 9% നമ്മുടെ തലമുറകളിലെയും ചിന്തയെന്ന് പറയുന്നത്. അല്ലാതെ ഒരു നോർമൽ ലൈഫ് ആഗ്രഹിക്കുന്നത് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സെൻസസ് ആ കാര്യത്തിൽ എടുത്തിട്ടില്ലെങ്കിലും എനിക്കറിയത്തില്ല. ആരോട് ചോദിച്ചതെന്ന് പറഞ്ഞാലും അവരുടെ ഡ്രീമുകളെല്ലാം ഭയങ്കരമാണ്. നമുക്കൊരിക്കലും എത്തപ്പെടാനോ ചിന്തിക്കുവാനോ കഴിയാത്ത സ്വപ്നങ്ങളാണ് അവർ പറയുന്നത്, വിളമ്പുന്നത്. കാരണം അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് മാത്രമല്ല, അനേകരുടെ ആഗ്രഹം ഇന്ത്യയിൽ പൊളിക്കണ്ട, വിദേശത്ത് ചെന്ന് പൊളിക്കണം. ഇന്ത്യയിലൊന്നും കുറച്ചൊരു കഴിയുമ്പം ആരും കാണുകയല്ല, കേരളത്തിലൊന്നും ആരും കാണുകയില്ല. കുറെ അപ്പച്ചനും അമ്മച്ചിയും കാണും. അവരല്ലാതെ ഇനി വേറെ ആരും കേരളത്തിൽ കാണത്തില്ല. അത് സത്യം. അത് അധികം താമസിയാതെ നടക്കും. അപ്പോൾ കണ്ടോ, ആ ഒരു ടെൻഡൻസിയിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടു. ഇങ്ങനെ അടിപൊളി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എത്ര നാള് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പറ്റും? അപ്പോൾ അവരുടെ ജീവിത ശൈലി, അവരുടെ ചിന്താഗതി അവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റും. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? എങ്ങനെയാണ് എന്നെ അനുഗമിക്കേണ്ടത്? നമ്മൾ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, നല്ല വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, നല്ല വീട് പണിയരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം. എങ്കിലും കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യമുണ്ട്. വെരി ഗുഡ്. ഞാൻ ഇത്ര ഒരിക്കലും പ്രതീക്ഷിച്ചു. നിങ്ങൾ 2-3 ക്ലാസ്സിന് മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ ആ ഉശിര് വരുന്നേ. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം അവിടെ പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. അതെന്ന് പറഞ്ഞാൽ ഒരു കമ്പൽഷനും ഇല്ല, സമ്മർദ്ദവും ഇല്ല. നിനക്ക് രോഗശാന്തി കിട്ടി, നിനക്ക് എന്തോ നന്മ കിട്ടി, വിടുതൽ കിട്ടി, അവിടെ ആ വിഷയത്തിന് വിടുതൽ കിട്ടി, നല്ലതാ, നീ വിടുതൽ കൈവച്ചോ. പക്ഷെ ഒരു കാര്യമാണ്, എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ നിഷേധിച്ച് നാൾത്തോറും അതാ വിഷയം. എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ നീ ഒന്നാമത് ചെയ്യേണ്ടത് നിന്നെ തന്നെ ത്യജിക്കണം. തന്നെത്താൻ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാ? സെൽഫ് ഡിനയൽ. എന്തുവാ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം എന്തുവാ പറയാം? ഞാൻ പറയും, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില്. അത് വേറൊരാൾ പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ അത് സ്വയം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അതിനെ ത്യജിച്ച് ക്രിസ്തുവിന് വേണ്ടി തന്റെ ക്രൂശെടുക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് സന്തോഷത്തോടെ ആ ക്രൂശ് അവനവന്റെ ക്രൂശാണല്ലോ നാം എടുക്കേണ്ടത്, ക്രിസ്തുവിന്റെ ക്രൂശല്ലല്ലോ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 6 മാസത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാമെന്ന് തോന്നുന്നു. വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആകും. അപ്പൊ തന്നെത്താൻ ത്യജിച്ച് എന്ന് പറഞ്ഞാൽ ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും, ആത്മാഭിലാഷം
ജഡാഭിലാഷത്തിനും വിരോധമായിരിക്കുന്നത് കൊണ്ട് സുവിശേഷത്തിന് വിഘ്നമായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ത്യജിക്കേണ്ടത് ത്യജിച്ച് കളയണം. എന്നിട്ട് ആഴ്ചയിലൊന്ന് നമ്മുടെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം? കർത്താവിനെ അനുഗമിക്കണം. അങ്ങനാന്നോ? അല്ല, ദിനംതോറും. ദിനംതോറും. അപ്പൊ ദിനംതോറും എന്തുണ്ടായിരിക്കും? വിശ്വാസത്യാഗം. ദിനംതോറും എന്തുണ്ടായിരിക്കും? ക്രൂശ് ഉണ്ടായിരിക്കും. ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അത്യാവശ്യം ഉണ്ടല്ലോ. അത് മതി, നമുക്ക് കൂടുതലൊന്നും വേണ്ട. അത്യാവശ്യത്തിനുള്ളത് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാനായിട്ട് പറ്റും. അത് ഉണ്ടാകും. ഈ ഭയങ്കര ഡെലിവറൻസും ഒക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. നല്ലതാണ്, ഡെലിവറൻസ് നടക്കുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലെവലിലേക്ക് വരും. ഏതാ? ഈ ഡെലിവറൻസ് എല്ലാം കഴിഞ്ഞിട്ട് എവിടേക്ക് വരും? അത്ഭുതമൊക്കെ കഴിഞ്ഞിട്ട് എവിടേക്ക് വരും? ഒരു സമനിലത്തേക്ക് വരും. തീർച്ചയായിട്ടും വരത്തില്ലേ? വരും, വന്നിരിക്കും. ആ സമനിലത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ആരും പരീക്ഷിക്കേണ്ട, നമ്മളെ തന്നെ പരിശോധിച്ചാൽ മതി. ഇപ്പൊ മനസ്സിലായോ? അതുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ അനുഗ്രഹം എന്ന് പറയുമ്പോ എങ്ങനെ ആയിരിക്കും? നമ്മൾ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെയും നൽകി തരും. ഇതൊക്കെയും നമുക്ക് എന്തൊക്കെ വേണേലും ദൈവം അതൊക്കെ തരും. ദൈവത്തിന് അറിയാമല്ലോ. ഓക്കെ, അത് സത്യമാണ്. പക്ഷെ എങ്ങനെ ആയിരിക്കും? അതിന്റെ മോഡ് എങ്ങനെ ആയിരിക്കും? അതെങ്ങനെ ആയിരിക്കും? അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാന്ന് ഞാൻ പറയാം. അല്ല, അതിനെ പ്രാപിക്കുന്നത്. അത് പ്രാപിക്കുന്നല്ലേ? ഓക്കെ. അങ്ങനെ ആവില്ലേ? അനുഗ്രഹം തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്റ്റക്ക് ആവുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ട്. ഉണ്ടോ? ഓക്കെ ഓക്കെ, ഇപ്പൊ റെഡിയായി. എനിക്ക് തോന്നുന്നു നെറ്റിന്റെ വേരിയേഷൻ തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ദൈവം അനുഗ്രഹം തരുന്ന എപ്പോഴും ഓർത്തോണം, ഉപദ്രവങ്ങളോട് കൂടെ അനുഗ്രഹിക്കും. 100 മടങ്ങ് അനുഗ്രഹമായിരിക്കും. എന്തുവായിരിക്കും? ഉപദ്രവങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ ക്രൂശ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കഷ്ടത ഉണ്ടായിരിക്കും. കഷ്ടത എന്ന് പറയുമ്പോഴത്തെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. സാമ്പത്തികമാണ്. അല്ല, എന്തയ്യോ, ഈ സാമ്പത്തികം ഇല്ലായ്മ വരുന്ന അതായത് കഷ്ടത അങ്ങനെ ഒരിക്കലും ചിന്തിച്ചേക്കരുത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. പെട്ടെന്ന് എന്നറിയാം കഷ്ടത എന്ന് പറയുമ്പോൾ പൈസ ഇല്ലാതെ വരുന്നതെന്ന് ചിന്തിച്ചു പോകും. അങ്ങനല്ല. ഈ ലോകത്തിൽ, പാപമംഗലമായ ലോകത്തിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തിടത്തോളം കാലം എത്ര നന്മകൾ നമ്മൾ പ്രാപിച്ചാലും നമുക്ക് ക്രൂശ് ഉണ്ടായിരിക്കും. അതിൽ നിന്നൊരു മോചനം നമുക്ക് ഉണ്ടാകുന്നത് അമർത്യതയിൽ ചെല്ലപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അപ്പോൾ ഇവിടെ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അടിപൊളി ലൈഫായിരിക്കണം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ക്രൂശൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ക്രൂശ് സഹിക്കേണ്ട ഒരു മെത്തേഡ് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ക്രൂശീകരണം നടത്തേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. ക്രൂശീകരണം സത്യമാണെങ്കിൽ ക്രൂശ് ഉറപ്പ് ഉണ്ട്, ഒരു സംശയം വേണ്ട.
വേറെ എത്രയോ മാർഗങ്ങള് നമ്മുടെ അരുമനാഥൻ ഉണ്ടായിരുന്നറിയാവോ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. അതാണ് 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെയും ഈ സമയം വരെയും ദൈവസഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. ഇവിടെ വിശ്വാസത്യാഗം സംഭവിക്കാനുള്ള കാര്യമെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ, ഒന്നുമില്ലായ്മയിൽ ദൈവത്തെ വിളിച്ചു, ദൈവം അനുഗ്രഹിച്ചു, മാനിച്ചു. പക്ഷെ ഇപ്പൊ സംഭവിച്ചത്, അവർക്കും അത് മാത്രമല്ല അവരുടെ തലമുറകൾക്കും ഈ ദൈവത്തെ വേണ്ട. അങ്ങനെ ഏറ്റവും ഉന്നതമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു അമേരിക്ക. നിങ്ങളുടെയൊക്കെ സ്വന്തക്കാരോ ബന്ധക്കാരോ ചിലപ്പോൾ അമേരിക്ക കാണുമായിരിക്കാം, നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ പോയിട്ടില്ല. ആരും പോയിട്ടുണ്ട്? അമേരിക്ക പോയവർ ആരും വിട്ടിരിപ്പുണ്ടോ? പോയിട്ടില്ലല്ലേ? ആരെങ്കിലും പോയവർ വിട്ടിരിപ്പുണ്ടോ? ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ടല്ലേ? ഇംഗ്ലണ്ട് മതി, വേറെ വേണ്ട. ഇംഗ്ലണ്ടും ഇതിന്റെ ഭേദം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഏകദേശം എല്ലാം ഒരുപോലെ വരും. അമേരിക്കയിൽ പോയവരാരും ഇല്ല. ഓക്കെ, ഞാൻ പോയിട്ടില്ലെങ്കിലും ഞാൻ പറയാം. ഇനി ഞാൻ പോകത്തില്ലെന്നൊന്നും ഞാൻ തീർത്ത് പറയത്തില്ല. ചിലപ്പം നിങ്ങളാരെങ്കിലും ഒരു വിസ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയെന്നിരിക്കും. തീർച്ചയായിട്ടും. നാളെ നിങ്ങള് അമേരിക്ക പോകത്തില്ലെന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റുമോ? ചിലപ്പം പോകായിരിക്കും. പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും, ഭാഷ അമേരിക്കയിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും. ആരോഗ്യസ്ഥിതി ശരിയാന്ന് ഉറപ്പായിട്ട് ഞാൻ വരും. അപ്പൊ അമേരിക്ക അങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. എങ്ങനെ ആയിക്കൊള്ളട്ടെ, അമേരിക്ക അവിടെ പോയി ബ്ലഡി മേരിയുടെ ആക്രമണമൊക്കെ പേടിച്ച് അനേകർ പോയി അവിടെ പോയി മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങൾക്ക് തരണമേ. കുറെ പൈസ വരെ ഈ ട്രസ്റ്റിൻ ഗോഡെന്നൊക്കെ അടിച്ചു വെച്ചത് എല്ലാം റെഡിയാക്കി അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഉന്നതിയിൽ അവരെ എത്തിച്ചു. ഇപ്പം അവിടെ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാവില്ല. ഇംഗ്ലണ്ടിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതൊക്കെ തന്നെ അവസ്ഥ. മറ്റു മതങ്ങളിലേക്ക് ദൈവത്തെ സേവിച്ച പ്രിയപ്പെട്ടവരുടെ തലമുറകൾ എത്തപ്പെട്ട് കഴിഞ്ഞു. പള്ളികളൊക്കെ വിറ്റ് ഷോപ്പിംഗ് മാളൊക്കെ ആക്കുന്നു. ഷോപ്പിംഗ് മാൾ ആക്കുന്നു, മറ്റ് മതങ്ങളുടെ ആരാധന സ്ഥലങ്ങളാക്കുന്നു. ആലോചിച്ച് നോക്കി, വിശ്വസിക്കാൻ പറ്റും? നമ്മുടെ തലമുറ നടക്കുന്ന കാര്യമേ പറയുന്നേ, 1-ാം നൂറ്റാണ്ടിലെ കാര്യമല്ലേ ഈ പറയുന്നേ. എന്താ കാരണം? മേക്കിംഗ് ലൈഫ്. കാരണം ദൈവം തെറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നുമില്ലായ്മ മുട്ടേക്കുത്തി നിന്ന് പ്രാർത്ഥിച്ചതാ, കരഞ്ഞതാ, യാചിച്ചതാ. ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഒന്ന് അനുഗ്രഹിക്കണമെന്ന്, കൈവിടരുതേ എന്ന് യാചിച്ചതല്ലേ നീ. അനുഭവിക്കുക എന്ന് പറഞ്ഞ് എല്ലാ നന്മകളും കൊടുത്തു കഴിഞ്ഞപ്പോൾ അടിപൊളിയിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം ആരാധനയും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ വേറെ ഒരു നിലവാരത്തിലേക്ക് അവരെത്തപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വിശ്വാസത്യാഗം സംഭവിച്ചു. അതാണ് അതിന്റെ കാര്യം. എല്ലാം തീർന്നു. കാശുണ്ട്, നല്ല റോഡുണ്ട്, നല്ല ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, നല്ല സംവിധാനങ്ങളുണ്ട്, എയർ ഫ്ലൈ നല്ലതാണ്, എല്ലാ ഫ്ലൈയും നല്ലതാണ്. പക്ഷേ വിശ്വാസമില്ല. തീർന്നില്ല എല്ലാം. എന്തിയേ? പോയി.
ഉണ്ട്, കുറച്ച് കുറച്ച് എന്നാൽ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും. അല്ല അവിശ്വാസികളില്ലെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ, ഇതിന് ഇന്ത്യയിലുള്ളതിനേക്കാളും തീവ്രമായ വിശ്വാസികൾ അവിടെ ഉണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് ഏറ്റവും നല്ലതായിട്ട്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അവരെ യഥാർത്ഥ വിശ്വാസികൾ. കാരണം എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ടായിരുന്നിട്ടും അതിനെയെല്ലാം അവഗണിച്ച് അവരെ ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്ത അവരെ വിശ്വാസികൾ. നമുക്കൊക്കെ എന്നാ ഇത് വരാത്ത, നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, അതുകൊണ്ടല്ലേ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ നമ്മളും പിന്നെ നിങ്ങളാരും പോകുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ വല്ല ദർശനമോ വെളിപ്പാടോ ഒന്നും എനിക്കില്ല. ഓക്കെ, ദൈവം തന്നിട്ടുണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകണം തോന്നുന്നില്ല അല്ലേ അടിപൊളിയിലേക്ക്? പിന്നെയും ഈ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കാനാ തോന്നുന്നത്. ഓക്കെ, അതതിന്റെ പ്രത്യേകത. വേറെ സമയം കളയാനായിട്ട് തോന്നുന്നില്ല. എങ്ങനെയാലും ഇതിന്റെ മുമ്പിലൊന്ന് കുത്തിയിരിക്കണമെന്നാ തോന്നുന്നത്. അതാണ് വേറൊരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്യാഗം ആ നിലകളിൽ സംഭവിച്ച് കൊണ്ടിരിക്കുന്നു. അടുത്ത വിശ്വാസത്യാഗം സംഭവിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഒരു വാക്കുകൾ വായിച്ച്, 1 തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ഇഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. കണ്ടോ? ദ്രവ്യാഗ്രഹം, ദ്രവ്യം നമുക്ക് എല്ലാവരും ആഗ്രഹിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് കാരണമായി. ഇവരുടെ അന്തർഭാഗത്ത് 1-ാം സ്ഥാനം ക്രിസ്തുവിനല്ലായിരുന്നു, ദ്രവ്യത്തിനായിരുന്നു. കണ്ടോ? വിശ്വാസത്യാഗം സംഭവിക്കുന്നു. അപ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുന്ന വശങ്ങൾ നിങ്ങളൊന്ന് പറയാവോ? ഇതെങ്ങനെ വിശ്വാസത്യാഗം സംഭവിക്കുന്നത്? സ്നാനപ്പെടുത്തിയ ആളിന്റെ കുഴപ്പമാണോ? സുവിശേഷം പറഞ്ഞ ആളിന്റെ കുഴപ്പമാണോ? പ്രസംഗിച്ച ആളിന്റെ കുഴപ്പമാണോ? എന്താ പ്രശ്നം? പറഞ്ഞേ. ഒരിക്കലും അല്ല. പിന്നെന്തോ? നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞതുപോലെ ആദ്യ വിശ്വാസം മുറുകെ പിടിക്കാതെ ലോകത്തിലേക്ക് ഇറങ്ങുമ്പം ഇതെല്ലാം സംഭവിക്കും. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ദ്രവ്യാഗ്രഹം, പലതും കണ്ട് മോഹിച്ച് അവരെ പോലെ ഒറ്റ വാക്കിലൊന്ന് പറയാൻ പറ്റുമോ? ജഡമോഹം. ഓക്കെ, അത് നമ്മൾ അതെല്ലാം ഇതിന്റെ അകത്ത് വരുന്ന കാര്യമാണ്. എങ്കിലും ഒന്ന് ക്രോഡീകരിച്ച് പറയാൻ പറ്റുമോ? ഒറ്റ വാക്കില് പറയണം. സ്വാർത്ഥത. അങ്ങോട്ട് വരുന്നില്ല അല്ലേ? വണ്ടി അങ്ങോട്ട് വർക്ക് ആകുന്നില്ല. ഓക്കെ, ഒറ്റ വാക്കി പറയാം. നിങ്ങൾ ആരും ഞെട്ടരുത്. എല്ലാം എവിടെയെങ്കിലും ഒക്കെ പിടിച്ചിരുന്നോണം. ഇവരാരും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരല്ല. മനസ്സിലായോ? ആകർഷിക്കപ്പെട്ട് വന്നവരാ. അതാ അതിന്റെ കാര്യം. നമ്മൾ ഓർത്ത എന്തോന്നറിയാമോ? ഇവർക്ക് എന്നാ പറ്റി? ഇവര് വിശ്വാസി വന്നവരാണല്ലോ, ഇവർക്ക് എന്നാ പറ്റിയെന്നാ ചിന്തിക്കുന്നത്. ഇവർക്കൊന്നും പറ്റിയിട്ടില്ല, ഇത്രേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് അനേകർ ഓടും, പക്ഷെ കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു,
ഇത് കണ്ടെത്തുന്നവര് ഭാഗ്യവാന്മാർ. ഇത് കണ്ടെത്തുന്നവര് ചുരുക്കം. ചുരുക്കമാണ്. കാരണം എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്തുമായിരിക്കും? അത് പോട്ടെ, ഞാൻ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നു. വിളിക്കപ്പെട്ടവർ അങ്ങനെ ഒരു ഇതാണല്ലോ, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അതാണ് വിളിക്കപ്പെട്ടവര്. ആകർഷിക്കപ്പെട്ടവർ ഒത്തിരി പേരാണ്. തെരഞ്ഞെടുപ്പ് അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നോക്കട്ടെ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും വിഷയത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഒരു വാക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹം വിശ്വാസഗോളത്തിലുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും ചതി സംഭവിക്കരുത്. ഈ പറഞ്ഞ പ്രിയപ്പെട്ടവരെല്ലാം വിശ്വാസം ത്യജിച്ചിരിക്കും. ഒരു സംശയവുമില്ല. അതുകൊണ്ട് അന്യപ്പെട്ടു പോകുമ്പോൾ അത്ഭുതപ്പെട്ടു പോകരുത്. വചനം യഥാർത്ഥമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വചനം പഠിക്കുവാനായിട്ട് പല കാരണങ്ങളുണ്ട്. അത് ചില കാരണങ്ങൾ പറയാൻ പോയി. ഇനിയും ഈ വിശ്വാസത്യാഗത്തിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഉള്ള സമയം നമ്മുടെ മുമ്പാകെ ഇല്ല. നമ്മൾ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനിയും മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ പോകേണ്ടി വരും. അപ്പം നിങ്ങൾ അടുത്ത സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടാതെ വരും. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാനൊരു സ്ട്രക്ചർ തന്നിട്ട് നിങ്ങൾ ഇനിയും സ്റ്റഡി ചെയ്തു. ഇനി നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ അടുത്ത കോഴ്സിൽ ചേർന്നാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി പഠിക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ ഈ മീറ്റിങ്ങുകൾ കാര്യങ്ങൾ കോളേജ് അറേഞ്ച് ചെയ്യും, സെമിനാറും അതുപോലുള്ള കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. ഈ പണ്ട് ഒരു പ്രവാചകൻ പറഞ്ഞതുപോലെ അപ്പത്തിനായുള്ള വിശപ്പുമല്ല, പിന്നെന്തിനു വേണ്ടിയുള്ളതാ? ദൈവത്തിന്റെ അങ്ങനെ ഒരു കൂട്ടം ജനതയുണ്ട്. അവരത് കുടിച്ചുകൊണ്ടിരിക്കുക. മരണം വരെയും അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെയും അവര് കുടിച്ചുകൊണ്ടിരിക്കും. അവരില് ഈ വചനം എത്തിക്കുവാനായിട്ട് നിങ്ങളും പരിശ്രമിക്കണം. അവരുടെ ദാഹം തീർക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ലോകത്തിലെല്ലാവർക്കും ഇത് കൊടുത്ത് തൃപ്തീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇത് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. ഈ യഥാർത്ഥമായ സത്യവചനത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്നവരുണ്ട്. അവരെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് വന്ന് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക, ഒന്ന് പഠിക്കുക, അല്ല ഒരു ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് അവരെ സത്യവചനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഈ വിശ്വാസത്യാഗത്തെ ഒന്ന് ബ്രേക്ക് ഇടാൻ പറ്റുന്നു? അപ്പം വിശ്വാസത്യാഗത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? വിശ്വാസത്യാഗത്തെ നമ്മൾ നേരിട്ടേ പറ്റത്തുള്ളൂ. ഈ ഒരു ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം എഴുതിക്കുക, വിശ്വാസത്യാഗത്തെ നേരിടുക. അങ്ങനെ എഴുതി, വിശ്വാസത്യാഗത്തെ നേരിടുക. ആ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു വാക്യം വായിച്ചായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? അപ്പോൾ ഇതിനെ നമുക്ക് ഈ ത്യാഗത്തെ അതായത് നേരിടുവാൻ, അതിനെ ഓപ്പോസ് ചെയ്യുവാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് തിരുവെഴുത്ത്, രണ്ട് ദൈവശക്തി. മനസ്സിലായോ? ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് തിരുവെഴുത്താണ്.
അതില്ലാതെ വിശ്വാസ ജീവിതം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ല. ദൈവവചനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊന്നും ചുമ്മാ സ്വപ്നം കണ്ടിട്ടല്ല. ഇതില്ലാതെ പറ്റത്തില്ല. ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിഞ്ഞിരിക്കണം. എന്തെല്ലാം വിടുതലുകൾ എവിടെല്ലാം സംഭവിച്ചാലും ഇതറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. ഏതാണ് വിശ്വാസമെന്നറിയാതെ കറങ്ങി നടക്കേണ്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ വിശ്വാസത്തെ നിലനിർത്തേണ്ടത്, നേരിടേണ്ടത് ദൈവവചനത്താലും ആത്മാവിന്റെ ശക്തിയാലുമാണ്. ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 10:29. അത് സൈഡ് ഹെഡിങ് കൊടുത്തു. വിശ്വാസത്യാഗത്തിന്റെ പരിണിത ഫലം. വിശ്വാസത്യാഗത്തിന്റെ പരിണിത ഫലം. എബ്രായർ 10:29 റെഫറൻസ് എഴുതിക്കും. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും. ദൈവപുത്രനെ അല്ലേ? അതെ. ഓക്കെ. തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കും. അത്ര മാത്രം ഓർത്താ മതി. എല്ലാരും ഓർത്ത് എന്നറിയാമോ? വിശ്വാസം ത്യജിച്ച് അടിച്ചുപൊളി ജീവിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ഒരു വ്യക്തിക്കും. പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവനെ അറിയാതിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നാ പറഞ്ഞേക്കുന്നത്. കാരണം എനിക്കതിനെ കുറിച്ച് വിവരിക്കാനുള്ള ശക്തിയോ കഴിവോ ഒന്നുമില്ല. ഒറ്റ വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത്. ബാക്കി പറഞ്ഞോ? അത് പറഞ്ഞില്ല, ഞാൻ ഇമ്പോസിഷൻ തരും. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് കാര്യമായിട്ട് പരിഗണിക്കണമല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ മറിവെന്ന് ഞാൻ ഓർത്ത, പക്ഷെ എന്നെക്കാളും മറിവുള്ളവരുണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയാം. ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ പറയാം. ഏതായാലും പൊസിഷൻ തരുന്നില്ല, ഞാനായിട്ടൊരു ശിക്ഷാവിധി തരുന്നില്ല. എന്താണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ് ബൈബിൾ പറയുന്നത്. ഭയങ്കരമാണ്. അപ്പൊ അതിനെ ഭയങ്കരം എന്ന് പറഞ്ഞ് ആ എഴുത്തുകാരൻ നിർത്താനുള്ള കാര്യം എന്നറിയാം, പുള്ളിക്കും ബാക്കി പറയാൻ പറ്റത്തില്ല. പഴം തിന്നിട്ട് പോയതിന്റെ ഗതികേട് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. തലമുറകൾ എത്ര മാറി വന്നു, എന്നിട്ടും തീർന്നിട്ടില്ല കോപം. അങ്ങനെ ആണെങ്കിൽ മറ്റുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാമെങ്കിൽ പറഞ്ഞു, എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് അത്രേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ അപ്പോസ്തലനായ പൗലോസും ഒക്കെ തലയൊക്കെ കാണിച്ചു കൊടുക്കാനും ഒത്തിരി പേര് ഏറ് കൊണ്ടപ്പോഴും ഇടി കൊണ്ടപ്പോഴും അടി കൊണ്ടപ്പോഴും തൊഴി കൊണ്ടപ്പോഴും വെട്ടിക്കേറിയപ്പോഴും ചുട്ടു വന്നപ്പോഴും വിശ്വാസം തള്ളിക്കളയാത്തതിന്റെ കാര്യം എന്നാന്നറിയാമോ? എന്നാ കാര്യം? കാരണം എന്നാ ചോദിച്ചാൽ, എന്തെല്ലാം സഹിച്ചാലും ഇവിടെ ലാസ്റ്റ് പൗലോസ് പറഞ്ഞ പോലെ വിശ്വാസം കാത്തെന്ന് പറഞ്ഞിട്ട് പോയാല് അവിടെ പൊൻകിരീടമാ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പൊൻകിരീടം കേട്ടോ. വീട്ടിനകത്ത് നിന്ന്, സഭയ്ക്കകത്ത് നിന്ന്, ദേശത്ത് നിന്ന്, എല്ലാ
ശക്തികളിൽ നിന്ന് എതിർപ്പുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിട്ടു എന്ന് വരാം. ഈ വിശ്വാസത്തിന് വേണ്ടി, അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി ആമേൻ. നിലനിന്നോണം. എവിടെ കാണണം? ആമേൻ. എവിടെ കാണണം? നിത്യതയിൽ. നിത്യതയിൽ. നിത്യതയിൽ കാണണം. Praise the Lord. ഓക്കെ, യൂദ എങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? അതാ അതിവിശുദ്ധൻ. നിത്യതയിൽ എന്ത് ചെയ്യണം? നിത്യത നമ്മൾ കാണണം. ഇനിയും നിങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് വരേണ്ടതായിരുന്നു, പക്ഷെ വന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വരാത്ത ഡൗട്ട് ഞാൻ വരുത്തിയെടുക്കാം, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടെന്ന് എങ്ങനെ അറിയാം? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വേണ്ട, ഒരു പരീക്ഷ ഞാൻ തരുന്നില്ല. ഒരു വാക്യം വായിച്ച് 1 യോഹന്നാൻ 5:4 വായിച്ച്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ഏതിനെ ജയിക്കും? ലോകത്തെ ജയിക്കും. ഉറപ്പാ, അത് അവരാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. മനസ്സിലായോ? ഇനി സംശയിക്കണ്ട. അവരവിടെ കാണും. അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാനാ കർത്താവായ യേശുക്രിസ്തു വരുന്നത്. ഓക്കെ, റെഡി ആയല്ലോ? അവര് വിശ്വാസത്തിൽ തന്നെ മരിക്കത്തുള്ളൂ. അതാ അതിന്റെ പ്രത്യേകത. അവര് ചാകാൻ നേരത്തെ ഇരുമ്പൊന്നും അന്വേഷിക്കത്തില്ല, വിശ്വാസത്തിൽ മരിക്കും. മനസ്സിലായോ? പോരാ, ലാസ്റ്റ് വന്ന ഭാഗം വന്നപ്പോ എന്തോ സൈലന്റ് ആയ പോലെ. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തൊട്ട് ഇനി പറയാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ നമ്മുടെ വിശ്വാസം എവിടെ വരെ ആയി? നിത്യത വരെയായി. അവിടെ വരെ ആയി അല്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് അവിടെ വെച്ച് കാണാൻ പറ്റുമോ? പറ്റണം. അഥവാ എന്നെ കണ്ടില്ലേലും പഠിപ്പിച്ച സാർ എന്ത് ചെയ്യുന്നൊന്ന് അന്വേഷിച്ചേക്കണം. കാണാതിരിക്കുന്നു. സാറിനെ കണ്ടില്ല പിന്നെ ഞങ്ങളൊക്കെ കാണും. അപ്പൊ എന്നെ വിട്ടിട്ട് നിങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ദൈവമേ. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ആർക്കെങ്കിലും? ക്ലാസ്സിലുള്ളവരെല്ലാവരും ഒന്ന് പ്രതികരിച്ചാട്ടെ. നമ്മളെ ഒരു ഇത് തീരാൻ പോവാ, ഒരു സബ്ജക്റ്റ് തീരാൻ പോവാ, ഒരു മെയിൻ പോയിന്റ് തീരാൻ പോവാ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുക. അതിനു മുമ്പേ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിച്ച വിഷയത്തെ കുറിച്ച് വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. അത് നമുക്ക് ഇപ്പം ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ പഠനവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ വിശ്വാസത്യാഗം എന്നുള്ള ആ ഹെഡിങ്ങിൽ എന്തെങ്കിലും അപ്പൊ ഈ വിശ്വാസത്യാഗം ഒന്ന് നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി എതിലെയൊക്കെ പോയെന്നറിയാമോ? ചിലര് പറയുമേ നമ്മള് ലോകത്തിലല്ലേ ജീവിക്കുന്നത്, സ്വർഗത്തിലൊന്നും അല്ലല്ലോ. പിന്നെ നമ്മള് എല്ലാരും ജീവിക്കുന്നത് പോലെയൊക്കെ ജീവിക്കണ്ടേ എന്ന് പറയും. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ ലോകത്ത് ജീവിക്കുമ്പം നമുക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, എല്ലാം ഇത് വേണം. നമുക്ക് അതിൻ്റെ അകത്തൊന്നും കർത്താവ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പക്ഷേ നമ്മുടെ വിശ്വാസം ഒരല്പം വ്യത്യാസപ്പെട്ട് നിൽക്കുന്നു. കാരണം ഇവരടിച്ചു പൊളിച്ച് ഇവിടെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നു. നമ്മൾ പറയുന്നു ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് പറയുന്നു.
പിന്നെ ഇവിടെ അത് പറയുമ്പോഴാണ് അവർക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവര് കാണിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. അത് നമുക്കിപ്പം ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ കുറ്റമല്ല. കാരണം അത് അവര് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. നമുക്കല്ലാതെ അവരോട് ഒരു വിരോധമില്ല. ഒരു വിരോധമില്ല. നമ്മള് ഈ ലോകത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അല്ലെ പൗലോസ് പറഞ്ഞ് നമ്മൾ ഈ ലോകം വിട്ട് പോകുന്ന പറഞ്ഞേക്കുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പഠിച്ച് തിരികെ കയറ്റിട്ടുണ്ട് വിശ്വാസത്തിൽ. അത് നമുക്ക് ഏർപ്പാട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കത് പഠിക്കാം. അന്നേരം നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം വിശ്വാസത്യാഗം എങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലായി, എന്താണ് അതിന്റെ മീനിങ് എന്ന് മനസ്സിലായി, ഏത് നിലയിലാണ് വരുന്നത് മനസ്സിലായി, ഭൗമികമായ വിശ്വാസം മനസ്സിലായി, സ്വർഗത്തിലെ ആത്മീയമായ വിശ്വാസം മനസ്സിലായി. എല്ലാ തലങ്ങളിലും നമ്മളൊന്ന് ടച്ച് ചെയ്തു പോകും. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളിതൊന്ന് ചെയ്തേക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാനൊന്ന് ചോദിക്കും ഓടിച്ച് കേട്ടോ. നിങ്ങളൊന്ന് പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല നിമിഷത്തിനായ സ്തോത്രം. അവിടുത്തെ സന്നിധിയിലായിരിക്കാം മാറ്റമില്ലാത്ത വചനങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളിവിടെ സഹായിച്ചു. നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. എണ്ണമില്ലാത്ത നന്മകളാൽ ദൈവോട് നിറയ്ക്കണം. കർത്താവ് കൊടുത്തിട്ട് നല്ല പ്രത്യാശയ്ക്കായ സ്തോത്രം. ഇനി അനേകരെ ദൈവം വചനം പഠിക്കുവാനായിട്ട് കർത്താവ് ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അത് ആഴങ്ങളിലേക്ക് ഇറങ്ങി അന്ത്യം വരെയും അവസാന ശ്വാസം വരെയും ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കണമേ കർത്താവ്. യേശുവേ, വലിയ ചെയ്യണമേ. പിന്നെ ഓരോ താമസിച്ചായിട്ട് അനുഗ്രഹത്തോടെ ക്ലാസ്സുകൾ എടുക്കാൻ ഞങ്ങളെ സഹായിക്കും. സ്ഥാപനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അധ്യാപകരെയും എല്ലാ സ്റ്റുഡൻസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ക്ലാസ്സിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെ, എല്ലാ അധ്യാപകരോടുകൂടെ, എല്ലാ വിദ്യാർത്ഥികളോടുകൂടെ, സ്ഥാപനത്തോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.